ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് കറക്റ്റ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 2 മുട്ടൻ്റെ വനില സ്പഞ്ചാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊരു 1/2 kg കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിന് ഒരു 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പാണ് ഫ്ലോർ എടുക്കുന്നത്. അതുപോലെ തന്നെ അതേ ഒരു അളവിൽ തന്നെ പഞ്ചസാരയും പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. നമുക്ക് പൊടിക്കാത്തതും ആഡ് ചെയ്യാം. അപ്പം ബീറ്റിംഗ് കുറച്ചും കൂടെ കൂടുതൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂണ് ഓയിലും ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു റിബൺ കൺസിസ്റ്റൻസിയിൽ ഈ ബീറ്റ് ചെയ്ത് ബാറ്റർ കിട്ടും. അതിനുശേഷം ഇത് ഞാൻ കാണിച്ചു തരുന്നത് പോലെ തന്നെ 1/2 കപ്പ് മൈദ, 1/2 കപ്പ് മൈദയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഈ 2 ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം. അതിന് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുക. അതിനുശേഷം പാല് മിക്സ് ചെയ്യുക. പാല് ഇതിനെടുക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. 2 എഗ്ഗിന് 2 ടേബിൾ സ്പൂൺ കണക്കിലാണ് പാല് വരുന്നത്. പൗഡർ ഇടുക, പാല് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാനിത് ചെയ്യുന്നത്, ഓവൻ വെച്ചിട്ടല്ല. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ ബാറ്റർ പാനിലേക്ക് മാറ്റി ഒരു ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ചെടുക്കാം. ഒരു 35 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു വനില സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം 4 എഗ്ഗാണ് 1 kgക്കാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് വേറെ തന്നെ ആവും. അങ്ങനെ ഇപ്പം 2 kgക്കാണെങ്കിൽ അങ്ങനെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വേണ്ടി വരും. ഇതാണ് ബേസിക് 2 എഗ്ഗിൻ്റെ വാനില സ്പോഞ്ച് കേക്ക്. ഇതാ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടി. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ കേക്ക് ഒന്ന് തണഞ്ഞതിന് ശേഷം നമുക്കിതിൽ കട്ട് ചെയ്ത് ലെയറായിട്ട് നമ്മുടെ ഐസിങ് ചെയ്യാം. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു കേക്ക് ഉണ്ടാക്കുമ്പം അതിൻ്റെ സ്പഞ്ച് തലേന്ന് ഉണ്ടാക്കി വെക്കലായിരിക്കും ഏറ്റവും ഒരു ബെറ്റർ. നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം. ഇതാ കട്ട് ചെയ്തിട്ട് നല്ല ഒരു സ്പഞ്ച് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.